എന്തിയ മോനെന്തിയേ? മോനെവിടെയില്ല. ഷാജി വരുവോ? വരും. പണിക്ക് പോയതാ. പണിക്ക് പോയതാണോ? എന്നെ സൗത്രമേ ഇതൊന്നും പറയാനില്ലേ? വർത്താനം പറഞ്ഞിരിച്ചു കഴിഞ്ഞാ എന്നാ പറയാ. എന്റെ വീട് കൂട്ടിക്ക് തന്നെ. പുള്ളി ഇറങ്ങി ഓടുന്ന ആളാ. തരം കിട്ടിയാ ഈ പുള്ളിയും പോവും. അല്ലല്ലോ വീട്ടിലെ പ്രിയമുള്ളവരെ, നമ്മൾ കടന്നു പോകുന്ന ഈ വഴി എന്ന് പറയുന്നത് ശാന്തി നിലയത്തിലേക്കുള്ള വഴിയാണ്. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഏന്ത്യാരിലെ ശാന്തി നിലയം മഠത്തിലാണ്. ഈ മഠത്തിലുള്ള 30ഓളം അന്തേവാസികളായ അമ്മമാരെ പരിപാലിക്കുന്ന മഠത്തിലെ സിസ്റ്റർമാരെ വനിതാ ദിനത്തിന്റെ ഭാഗമായി കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ആൻസി അഗസ്റ്റിന്റെയും വൈസ് പ്രസിഡന്റ് KR രാജയുടെയും നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഈ മഠത്തിലെത്തി വനിതാ ദിനത്തില് സിസ്റ്റർമാരെ ആദരിക്കുന്ന ചടങ്ങാണ് വീഡിയോയിലുള്ളത്. Yes. അദ്ദേഹം ഈ വാർഡിന്റെയും കൂടെ മെമ്പറാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വാർഡിന്റെ മദർ സിസ്റ്റേഴ്സ്, പ്രിയമുള്ള ലക്ഷ്മണരെ, സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ മാർച്ച് എന്ന് പറയുന്നത് ലോക വനിതാ ദിനമായി നമ്മുടെ രാജ്യമെമ്പാടും പല രീതിയിലുള്ള ആഘോഷങ്ങളും പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മാർച്ച് എന്ന് പറയുന്നത് എല്ലാ വർഷങ്ങളിലും നമ്മളും അത് ഒരു പരിധിവരെ പണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഓരോ പ്രോഗ്രാമായിട്ട് നമ്മൾ നടത്തുമായിരുന്നു. നമുക്കറിയാം, വളരെയധികം ആളുകൾ, തീർച്ചയായിട്ടും അമ്മച്ചിമാരെ പോലെയുള്ള ആളുകൾ, അവര് പല വാർദ്ധക്യ സഹജമായിട്ടുള്ള സമയങ്ങളിലൊക്കെ അവരോടൊപ്പം ഒന്ന് പങ്കുചേരുക, അതുപോലെ തന്നെ അവരെയൊക്കെ ഒന്ന് ആദരിക്കുക, അവരോടൊപ്പം കുറച്ചു നേരം നമ്മള് ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മള് ആ ഒരു ദിനമായി ആദരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് മുൻകൈ എടുത്തുകൊണ്ട് ഇന്ന് നടത്തുന്ന ഈ പരിപാടി തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുപേരെ ആദരിക്കുകയും അതുപോലെ തന്നെ അമ്മച്ചിമാരും ഒക്കെ ആയിട്ട് കുറച്ചു നേരം അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് തിരിയാനുള്ളത് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടാനുണ്ടായത്. ഒരവസരത്തില് അവർക്ക് താങ്ങും തണലുമായി തീരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടില് ഒരു മാതാവോ പിതാവോ രോഗിയായി സുഖമില്ലാതെ കിടന്നാല് നമുക്ക് ആ ദിവസം മുഴുവനും അവരുടെ ശുശ്രൂഷയുമായി മുന്നിലേക്ക് പോകുമ്പോൾ
ഒത്തിരി മക്കള് നമ്മളോട് പറയാറുണ്ട് വളരെ കഷ്ടപ്പാടാണ്, കിടപ്പിലാണ്, നോക്കി മടുക്കുമെന്ന്. എന്നാൽ ഒരേ സ്വഭാവമുള്ള വാർദ്ധക്യത്തിലെത്തിയ സുഖമില്ലാത്ത വീടുകളിൽ അവരെ സംരക്ഷിക്കാൻ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തില് അവര് വിളിച്ചറിയിക്കുകയോ അല്ലെ ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർമാരെയോ അല്ലെ മറ്റാരെങ്കിലും സമീപിച്ച് ഈ മാതാക്കളെ ഇവിടെ എത്തിക്കാനായിട്ട് ഒരു കത്തുമായി ഒക്കെ വരുമ്പോൾ ഇവിടുത്തെ മതമൊക്കെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഞങ്ങൾ ഇതിലൊക്കെ പങ്കാളിയാകുന്നതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യുമ്പോൾ ഇത് സമൂഹത്തിലേക്ക് എത്തിയില്ല എങ്കിൽ അതിന് കുറ്റക്കാരി നമ്മൾ തന്നെയായിരിക്കും. നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരൊക്കെ മുഖത്തേക്ക് നോക്കിയാൽ അവർക്കൊക്കെ ഒത്തിരി സങ്കടങ്ങളുണ്ടെങ്കിലും അവരൊക്കെ സന്തോഷമായിട്ടല്ലേ ഇരിക്കണേ? ആണോ? അതെ, സന്തോഷമായിട്ടാ ഇരിക്കണേ. അപ്പൊ ഇത്രയും ആളുകളെ രാവിലെ ഇവർക്ക് ഭക്ഷണം കൊടുത്തു, മരുന്ന് കൊടുത്ത്, ഇവരെ കുളിപ്പിച്ച്, ഇവരുടെ ശുശ്രൂഷകൾ മുഴുവൻ ചെയ്തിട്ടാണ് ഈ ഇത്രയും ഭംഗിയായിട്ട് ഇവരെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ആവശ്യം രാവിലെ 10 മണിക്ക് മഠത്തിലേക്ക് വരുന്ന കാര്യം ചോദിക്കുമ്പോൾ ഇവിടുത്തെ സിസ്റ്റേഴ്സ് പറയാറുണ്ട്, 10 മണിക്ക് വന്നാൽ എല്ലാവരും ഒരേ സമയത്ത് അവർക്ക് ശുശ്രൂഷിച്ച് റെഡിയാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വളരെ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് സമൂഹം അറിയുന്നുണ്ടോ? ഇല്ല. ഒരു ശാന്തിനിലയുണ്ട്, അവിടെ കുറെ സ്നേഹഗിരി സിസ്റ്റേഴ്സ് ഉണ്ട്. അവര് രാവിലെ പള്ളിയിലൊക്കെ വന്നിട്ട് തിരിച്ചു വരുന്നു. ഇവിടെ കുറെ ആളുകളുടെ അന്തേവാസികളുണ്ട് എന്നതിനപ്പുറം ഇവിടെ ഇത്രയ്ക്കും സേവനം ചെയ്യുന്ന, അതായത് എല്ലാവരും വളർന്നു വരുമ്പോൾ ഓരോ മാതാപിതാക്കൾക്കും അവരുടെ മക്കള് പഠിച്ച് നല്ല ജോലിയിലായിരിക്കണം, അല്ലെ അവർ ഉന്നത ജീവിത നിലവാരത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോഴും ക്രിസ്തീയ കുടുംബങ്ങളിൽ നിന്ന് എല്ലാം തിരിച്ചുകൊണ്ട് നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സിസ്റ്റർമാര് സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച് അവരുടെ എല്ലാ സന്തോഷങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, നമുക്കറിയാം നമുക്ക് ആഘോഷങ്ങളിലെല്ലാം നമുക്ക് പങ്കെടുക്കാൻ പറ്റും, കല്യാണം അതുപോലെയുള്ള ആഘോഷങ്ങളിലെല്ലാം. പക്ഷേ ഈ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു കല്യാണത്തിനെങ്കിലും ഇവർ വന്നു നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ടോ? ഇല്ല. അപ്പൊ അത്തരത്തില് സമൂഹത്തില് താഴെത്തട്ടിലുള്ള എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം ആയിരിക്കുവാനായിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളില് ഈ അമ്മമാരൊക്കെയും വളരെ ഒച്ചനിലവിളിക്കുന്നവരും വേദന കൊണ്ട് കരയുന്നവരും ഉറക്കമില്ലാത്തവരും ഒക്കെ ഉണ്ട്. എന്നാൽ അവരെ ആവശ്യ സമയങ്ങളിലെല്ലാം പോയി സംരക്ഷിക്കുന്ന ഒരു മുഖങ്ങളായിട്ടാണ് നമ്മൾ ഇവരെ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസവും ഇവിടെ ഒരു അമ്മച്ചി വളരെ വർഷങ്ങളായിട്ട് കിടപ്പിലായി, അതിനുശേഷം മരിച്ചു. ആ സംസ്കാര ചടങ്ങിലും മിനിഞ്ഞാന്ന് നമ്മൾ പങ്കെടുത്ത ആളുകൾ കൂടിയുണ്ട്. തീർച്ചയായിട്ടും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഇത്തരത്തിലുള്ള സഭാ സന്യാസികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനം തിരിച്ചറിയുന്നുണ്ട്, തിരിച്ചറിയണം. നാളുകളിലും നല്ല സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ മനസ്സിലാക്കണം, അവരോടൊപ്പമായിരിക്കണം. തീർച്ചയായിട്ടും ഇന്ന് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയില് ഊഷ്മളമായിട്ട് നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ഇവിടുത്തെ അമ്മച്ചിമാർക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്കും നല്ല സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയട്ടെ. അതിലൊക്കെ ഉപരി ലോക വനിതാ ദിനത്തില് ഇവിടെ ഏറ്റവും ഞങ്ങൾ മനസ്സിലാക്കിയതില് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടത്, അനുമോദിക്കപ്പെടേണ്ടത് ഇവിടുത്തെ സിസ്റ്റേഴ്സ് തന്നെയാണ്. സിസ്റ്റേഴ്സിനെ മതമൊപ്പം ഇരിക്കുന്ന ഇവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി വളരെ ഊഷ്മളമായിട്ട് അഭിനന്ദിക്കുന്നു. ഇന്ന് ഇവിടെ ഇല്ലാതിരിക്കുന്ന സിസ്റ്റർമാരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവർക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. വർഷം വനിതാ ദിനത്തോട് അനുബന്ധിച്ച് ബഹുമാന്യ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒന്ന് ഇവിടെ ഒരുമിച്ച് കൂടുന്ന കാര്യം പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പഞ്ചായത്തിൽ നിന്നും പ്രസിഡന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ ഈ ഇടവക അതിർത്തിയിൽ അല്ലെങ്കിൽ ഈ NDRല് കാരുണ്യത്തിന്റെ സ്പർശനവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന സ്നേഹഗിരിയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ആദരിക്കുന്നു എന്ന് കേട്ടതില് പ്രത്യേകിച്ച് എന്റെ ചെറുപ്പകാലം മുതല് ഞാൻ ഏറ്റവും കൂടുതൽ കാണുകയും അതുപോലെ തന്നെ ഇടവകയിലും മറ്റു സ്ഥലങ്ങളിലും മറ്റുള്ളവരുടെ മുമ്പില് മാതൃകാപരമായ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ് ആയിട്ട് എടുത്തു കാണിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് സ്നേഹഗിരി സിസ്റ്റേഴ്സ്. കാരണം കൊഴുവനാൽ ഇടവകയില് ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും പരിചയമുണ്ട്. അവിടെ നമ്മുടെ ഈ ഭാഗത്തു നിന്ന് തന്നെ ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ പഠിച്ച് മിടുക്കരായിട്ട്
കേരളത്തിന് വെളിയില്, ഇന്ത്യക്ക് വെളിയില് സേവനം ചെയ്യുന്നവരുണ്ട്, പെൺകുട്ടികള്. ഞാൻ സ്കൂളിൽ പഠിച്ചിട്ട് കാലം ഏതാണ്ട് 300ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, അല്ലെ? 1ാം ക്ലാസ് തൊട്ടും അവിടെ ഗേൾസ് ടൗൺ എന്ന പേരില്. അതുപോലെ തന്നെ പ്രായം ചെന്നവർക്ക് വേണ്ടി മറ്റ് വിൻസെന്റ് പോൾ ആണ് അതിന്റെ കാര്യങ്ങൾ ചെയ്തത്. അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. പിന്നെ പാലായിൽ ബോയ്സ് ടൗണ്, മറ്റു പല സ്ഥലങ്ങളിലും ഇവരുടെ ശുശ്രൂഷ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും ഇവരുടെ ശുശ്രൂഷ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ശുശ്രൂഷ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ചില ചിന്തകളുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും പ്രായം ചെന്ന അപ്പന അമ്മ മാത്രം താമസിക്കുന്നവർക്ക്, മക്കൾ വിദേശത്തായിരിക്കാം, പലപ്പോഴും അങ്ങനെയുള്ള വിദേശത്തുള്ള അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്ന വീട്ടിൽ ചിലപ്പോൾ മക്കൾ ആരെങ്കിലും ഉണ്ടായിരിക്കാം. അവര് വിളിച്ചു ചോദിക്കുന്ന അച്ഛൻ ഇരുന്ന് എവിടെയെങ്കിലും അപ്പനെ അമ്മയെ നോക്കാനായിട്ട് ഒരാളെ ഒന്ന് അറേഞ്ച് ചെയ്യാവോ? 30,000 രൂപ 40,000 രൂപയ്ക്കാണ് ചോദിക്കുന്നത് ഒരാളെ നോക്കുന്നതിന്. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേറെ ഫെയർ കൊടുക്കണം, വേറെ ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ ഇതിനെ ചുറ്റും നോക്ക്, നമ്മുടെ തന്നെ വീടുകളിൽ ഉണ്ടെങ്കിൽ അന്വേഷിക്കുക. ജസ്റ്റ് ഒരാളെ നോക്കുന്നതിന് മാത്രം 30,000 40,000 ചോദിക്കുന്നു. വിദ്യാഭ്യാസം ഒന്നും 10ാം ക്ലാസ് പോലും വേണ്ട. പക്ഷേ ഇന്ന് ഇവര് ചെയ്യുന്ന ശുശ്രൂഷ നമ്മള് പൈസക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയോ ലക്ഷങ്ങള് നമ്മൾ കൊടുക്കണം. എത്രയോ അമ്മച്ചിമാരാണ് അല്ലെങ്കിൽ ചേച്ചിമാരാണ് ഇതുപോലെ ഉള്ള സ്ഥാപനങ്ങളിലൂടെ പ്രതിഫലിച്ച ചിലപ്പോൾ സ്നേഹത്തിന്റെ ഒരു വാക്ക് പോലും കിട്ടാതെ അല്ലെങ്കിൽ കൊടുക്കാതെ കടന്നു പോകുന്നവരുണ്ട്. പക്ഷെ ഈശോയിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഈശോയുടെ ശിഷ്യത്വത്തിന്റെ വില മനസ്സിലാക്കി ആരാലും വേണ്ടാത്തവരെ, തിരസ്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ ഉന്നതിയിൽ എത്തിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട സ്നേഹിത സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനം നമുക്ക് വില കൊടുത്ത് നമുക്കൊരിക്കലും അതിനൊരു എവിടെയെങ്കിലും നമ്മൾ ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങളെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. ഇതുപോലെ ഒരു മേഖലയിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വന്ന ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെ ആദരിക്കുവാനായിട്ടുള്ള സന്മനസ് കാണിക്കുന്നതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഇതുപോലുള്ള പ്രവർത്തനങ്ങള് കൂടുതൽ നമ്മുടെ ഈ നാടിന്, നമ്മുടെ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഇത് ഇടവരുത്തും. തീർച്ചയായിട്ടും അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുന്നു. ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങള് നമ്മുടെ നാടിന് സേവനം ചെയ്യുവാനായിട്ടുള്ള ആ വലിയ താല്പര്യത്തെ ഈ സമൂഹത്തിന്റെ പേരിൽ ഞാൻ സ്നേഹത്തോടെ കാണുന്നു. പ്രത്യേകിച്ച് അതിന് എല്ലാ നന്ദിയും അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇതുപോലെ നമ്മൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ആദരിക്കുന്ന വേളയിൽ കൂടുതൽ ആയുസ്സും ആരോഗ്യവും തമ്പുരാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ഇന്നത്തെ തലമുറ, ഇന്നത്തെ സമൂഹം പലപ്പോഴും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു അച്ഛന്മാര് നമുക്ക് എപ്പോഴും എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് പോകാം, അവധി എടുക്കാം. അതുകൊണ്ട് അച്ഛന്മാർക്ക് എന്തുമാത്രം ത്യാഗോചരമായ സേവനമാണ്. രാവിലെ വൈകുന്നേരം വരെ ഒരു കാര്യങ്ങളാണ്. അതുപോലെ പകുതിയോളം അധ്വാനിക്കുന്നവരാണ് അച്ഛന്മാർ. അതുപോലെ തന്നെ അതിനേക്കാൾ അധ്വാനിക്കുന്നവരാണ് സിസ്റ്റേഴ്സ്. പലപ്പോഴും സമൂഹം നമ്മുടെ സഭയിലുള്ള അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും ത്യാഗോചരമായ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു വസ്തുതയാണ് എന്ന് ഈ അവസരത്തിൽ പറയാറുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ അതിവിശിഷ്ടങ്ങളായ നമ്മളെ സ്വന്തം ആദരിക്കുന്ന നമ്മുടെ എല്ലാ മദർ ഉൾപ്പെടെയുള്ള എല്ലാ സിസ്റ്റേഴ്സിനും, പ്രത്യേകിച്ച് ഇവിടെ അയക്കുന്ന എല്ലാ തരത്തിലുള്ള വനിതാ ദിനത്തിന്റെ എല്ലാ ആശംസകൾ നേരുന്നു. അതുപോലെ ഇവിടെ അയക്കുന്ന എല്ലാ അമ്മമാർക്കും നല്ല ആരോഗ്യത്തോടെ ദൈവം നിങ്ങളിവിടെ കൊണ്ടുവന്നാണ്, അല്ലെ? മക്കൾ പോലും നോക്കത്തില്ല. നമുക്ക് ചില വീട്ടിലിരിക്കും വരുമ്പോൾ പറയാണ്, കഴിച്ചിരുന്ന അവിടെ മാത്രം പിടിച്ചോ, നിങ്ങൾ ചുമ്മാ ഇരിക്കാം. പക്ഷെ ഇവിടെ സിസ്റ്റർമാർ വിടത്തില്ല, പിടിച്ചിരുത്തി വായില് ഓരോരുത്തർക്കും സ്പൂണിൽ തന്നെങ്കിൽ തന്നിട്ട് മാത്രമേ നിങ്ങൾ കിടക്കുന്നുണ്ടോ, നല്ല ഭക്ഷണമാണ് ഇട്ടിരിക്കുന്നത് എല്ലാം ഇട്ടുകഴിഞ്ഞെങ്കിൽ മാത്രമേ അവര് ഉറങ്ങാറുള്ളൂ. അത് നിങ്ങൾക്കെല്ലാം ഭക്ഷണം തന്നതിന് ശേഷമേ അവർ പോലും ഭക്ഷണം കഴിക്കാറ്. അത്രമാത്രം ഒരു സ്നേഹ കരങ്ങളിലാണ് ദൈവം നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ സിസ്റ്റേഴ്സ് നമ്മുടെ ആയിരിക്കുന്ന അംശമാരെ പ്രത്യേകിച്ച് എപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലേ? അത്രമാത്രം നന്മകളാണ് സിസ്റ്റേഴ്സിലൂടെ നമുക്ക് ലഭിക്കുക. ഈ വനിതാ ദിനത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി
നമ്മുടെ സിസ്റ്റേഴ്സിലേക്ക് എല്ലാവർക്കും വനിതാ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. പക്ഷേ അമ്മ മാതാവിന്റെ ഒരു അനുഗ്രഹമാണ് അല്ലെ, വനിതാ ദിനത്തിന്റെ മാതാവിന്റെ ദിവസം കൂടെയാണ്. ആ മാതാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും മാതാവ് നൽകട്ടെ, നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും ചെയ്യുന്നു. താങ്ക് യു. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ സിസ്റ്റേഴ്സിന്റെയും നിങ്ങളെല്ലാവരെയും ആദരിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമായിട്ടാണ് കോട്ടിക്കൽ പഞ്ചായത്ത് ഇന്നത്തെ ഈ പരിപാടി ചെയ്യുക. നമുക്കറിയാം, നമുക്ക് സഭയുടെ ഒരു മുഖം എന്ന് പറയുക വൈദിക സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സഭയുടെ മുഖമാണ്. ഈ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നോമ്പാചരണത്തിന്റെ ദിനങ്ങളിലൂടെ കത്തോലിക്ക സഭ, കത്തോലിക്ക ക്രിസ്ത്യാനികൾ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ബൈബിളിലൂടെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ യേശു ഇപ്രകാരമുള്ള ക്രൈസ്തവ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി യേശു പറയുന്നു. ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ യേശുവിന്റെ സ്വപ്നത്തെ കുറിച്ചാണ് യേശു ബൈബിളിൽ സംസാരിക്കുക. ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, എനിക്ക് വിശന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. അങ്ങനെ ഏറ്റവും അധികം വേദന അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന ഓരോരുത്തരെയും ദൈവം പങ്കുചേർക്കുക തന്നെയാണ്, എന്നെ തന്നെയാണെന്നാണ് യേശു പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ വികാരിച്ചൻ സൂചിപ്പിച്ചതുപോലെ നമ്മള് സഭ ചെയ്യുന്ന ഏറ്റവും വലിയ ത്യാഗോചരമായ പ്രവർത്തനങ്ങൾ, ഇവിടെ ആയിരിക്കുന്ന സിസ്റ്റേഴ്സ്, ഇവരുടെ ഒരു സിസ്റ്റർമാർക്ക് നമുക്കറിയാം ഇത്തിരി പ്രായം കുറഞ്ഞ സിസ്റ്റർ, ബാക്കി ഇതിനേക്കാളും എത്രയോ പഠിപ്പുള്ള കാര്യങ്ങളും ഈ യൗവനത്തിലായിരുന്ന സ്വപ്നങ്ങൾ, ഒത്തിരി ജീവിതത്തെ കുറിച്ചുള്ള സുന്ദരമായ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരികൾ, അവർ സഭയ്ക്ക് വേണ്ടി കടന്നു വന്ന് ത്യാഗോചരമായ സേവനം ചെയ്ത് അവർ സഭയുടെ തന്നെ ഒരു ഭാഗമായി, അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഒരു സേവനം ചെയ്യുക, ഇവിടെ അയക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും സ്വന്തം മക്കളാൽ തിരസ്കരിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളാൽ ഒറ്റപ്പെടുത്തപ്പെട്ടവർ, അവരെല്ലാവരും എന്റെ അമ്മ എന്ന് കണ്ടുകൊണ്ടാണ് സേവനം ചെയ്യുക. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു, ഏത് സാമ്പത്തികമായിട്ടുള്ളവരാണോ ഇല്ലാത്തവരാണോ, നിങ്ങളുടെ വീട്ടുപേരെന്താണ്, ഇന്നുപോലെ ആരുടെ ഒരു അമ്മച്ചിമാരുടെക്കും ഇവിടെയുള്ള അവർ കടന്നു വന്ന ആളുടെക്കും നമ്മുടെ സിസ്റ്റേഴ്സ് ചോദിക്കാറില്ല. കാരണം ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഈ സിസ്റ്റേഴ്സിന്റെ അമ്മമാരാണ്, നമ്മളൊരു കുടുംബമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ചിലപ്പോൾ പ്രോഗ്രാം വരുമ്പോൾ സിസ്റ്റേഴ്സ് പറയും, അച്ഛാ അയ്യോ വരാൻ പറ്റത്തില്ല, നമുക്ക് അമ്മമാരെ വിട്ടിട്ട് എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു കാര്യങ്ങൾ പോകാൻ പറ്റത്തില്ല. ഒരു വീട്ടിൽ നമ്മുടെ മക്കള് ഒരു മാതാപിതാക്കളെ വിട്ടിട്ട് കടയിൽ പോവാണെങ്കിൽ എന്റെ അമ്മ എങ്ങനെയായിരിക്കും, എല്ലാവരും ഭക്ഷണം കഴിക്കുക, എന്ത് ചെയ്യണം എന്നുള്ളൊരു ആകുലതയാണ് എപ്പോഴും ഇവരുടെ മുഖത്ത് ഞാൻ പലപ്പോഴും കാണുന്നത്. അപ്പം അത്രമാത്രം ഒരു ത്യാഗോചരമായ ഒരു സേവനമാണ്. വലിയ സന്തോഷം നൽകുവാൻ, അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി അവർക്ക് പകർന്നു നൽകുവാൻ കാണിക്കുന്ന ആ ഊഷ്മളമായ സ്നേഹം, അവരെ എങ്ങനെയാണ് മക്കൾ സംരക്ഷിക്കുന്നത് എന്നതിനേക്കാൾ ഉപരി അവർക്ക് കൊടുക്കേണ്ട ആ സ്നേഹ വാത്സല്യങ്ങളൊക്കെ യഥേഷ്ടം പകർന്നു നൽകി അവരെ സംരക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് കുടുംബത്തിൽ കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷവും ആഹ്ലാദവും അവരെ കൂട്ടായ്മയിൽ അവർക്കുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ ഈ ഇരിക്കുന്ന ആളുകളെ ഓരോരുത്തരെയും നമുക്ക് നോക്കിയാൽ അറിയാം, അവർക്ക് സുസ്മേരവതനായിട്ടാണ്. ഒരു ദുഃഖത്തിന്റെ രാജ്യനെ അവർ കാണാറില്ല. പക്ഷെ ഒരു കുടുംബത്തിലാണെങ്കിൽ ചിലപ്പം പല ദുഃഖങ്ങളിലേക്ക് അവർ പോകുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇവിടെ അതില്ല എന്നതാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് തോന്നുന്നത്. അവരെ സ്നേഹിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അവർ ഇവിടെ വരുന്ന ആളുകളെ ഒക്കെ മക്കളായിട്ട് കാണുന്നു എന്നതാണ് അതിനകത്ത് സന്തോഷകരമായ. ഞാൻ അതിനകത്ത് പ്രത്യേകം ഈ സിസ്റ്റേഴ്സിനെ അഭിനന്ദിക്കുകയാണ്. അവര് അതിനു വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് തന്റെ കുടുംബത്തിലെ മക്കളെ, മാതാപിതാക്കന്മാരെ സംരക്ഷിക്കേണ്ട സമയത്ത് ഈ സമൂഹത്തിലുള്ള വിവിധ മേഖലകളിലുള്ള ആളുകളെ, അവരുടെ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ സന്തോഷവും അവർക്ക് കിട്ടുന്ന ആ അനുഗ്രഹങ്ങളും ഒക്കെ നമ്മളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമുക്കും അത് പകർന്നു കിട്ടും എന്നുള്ള ആ തീഷ്ണതയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ പ്രാർത്ഥനകളിൽ നമ്മളെ കൂടി ഉൾപ്പെടുത്തണമേ എന്നുള്ള ഒരു യാചനയാണ് ഞാൻ അവർക്ക് മുൻപിൽ വയ്ക്കുന്നത്. അവരെ ആദരിക്കുവാൻ കിട്ടിയെന്ന ഈ അവസരം വളരെ മഹത്തരമായിട്ട് കാണുന്നു. ആ മഹത്തരമായ അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം ഒരിക്കൽ കൂടി ഷെയർ ചെയ്യുന്നു.
എല്ലാവർക്കും നന്ദിയുണ്ട്. നമസ്കാരം. നമുക്കറിയാം കാണപ്പെടുന്ന സഹോദരൻ സ്നേഹിക്കാതെ കാണപ്പെടാൻ ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. എന്നാൽ വിശ്വനാഥന്റെ കൽപ്പന തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ സിസ്റ്റർമാർക്ക് ലോകപരതാരണത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും അതിന് നേർന്നുകൊള്ളുന്നു. നമുക്കറിയാം നമ്മുടെ സിസ്റ്റേഴ്സ് പലപ്പോഴും ഇവിടെ കുറിച്ചുള്ള ആൾക്കാർ ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പൊ വളരെ നേരത്തെ തന്നെ എണീറ്റ് മാത്രമാണെങ്കിൽ പള്ളിയിൽ വരുമ്പോൾ പകുതി പണികളൊക്കെ തീർത്ത് ഓടിയിട്ട് പരിശുദ്ധ ശേഷം തിരിച്ച് ഓടിപ്പോകുന്ന കാഴ്ചകൾ കാണാറുണ്ട്. അപ്പൊ ഞാനിപ്പം എന്റെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും നമുക്കൊരു വീട്ടില് നമ്മുടെ മാതാപിതാക്കളെ കുട്ടികളെ ഭർത്താവ് ഇങ്ങനെ രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചൊക്കെ നമ്മൾ പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഇല്ല. മരുന്നുകളും സമയത്തിന് ഭക്ഷണവും എല്ലാം നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് പോകുന്ന നമ്മുടെ സിസ്റ്റർമാരെ എത്രമാത്രം അഭിനന്ദിച്ചാൽ അതൊരു നമുക്ക് എത്ര മതിയാവുകയില്ല. അപ്പോൾ ഈശോ ആണെങ്കിലും ഈശോയുടെ ജീവകാലത്ത് ഈശോ പാപികളെയും രോഗികളെയും ആലംബരെയും ഒക്കെ തേടിയാണ് ഈശോയും വന്നിരുന്നു. അപ്പോൾ ഈശോനാഥൻ പഠിപ്പിച്ച കൽപ്പനകളെല്ലാം നമ്മുടെ ജീവിതത്തില് 100% പ്രാവർത്തികമാക്കൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യൻസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരിക്കൽക്കൂടി ഈ വരാതരത്തിന് ആശംസകളും സ്നേഹവും എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം സർവശക്തൻ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കുന്നതാണ്. ഒത്തിരിയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്നത്. കാരണം സാധാരണ ബാക്കിയുള്ളവരെല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഓരോരോ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എല്ലാവരും പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ കൂട്ടിക്ക പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ള മെമ്പർമാരും എല്ലാവരും കൂടെ വന്ന് ഇവിടെ ഈ ശാന്തിവേദി വന്ന് ഇവിടുത്തെ അമ്മമാർക്ക് ആശംസകൾ അറിയിക്കുകയും അവരോട് കൂടെ കുറച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യവും തീർച്ചയായിട്ടും പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സാധാരണ നമ്മളെല്ലാവരും വനിതാ ദിനമാകുമ്പോൾ സ്റ്റാറ്റസുകളിലും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മറ്റുള്ളവർക്ക് ഒരു മെസ്സേജ് അയച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു മാതൃക നൽകുകയാണ് ഈ കുട്ടിക്കൽ പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ളവർ വന്ന് എപ്രകാരമാണ് വനിതകളെ നമ്മൾ ആദരിക്കേണ്ടത്, എപ്രകാരം നാം ചെയ്യണം എന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ ഏറെ സ്നേഹപൂർവ്വം ഇപ്രകാരം ഒരു പ്രവർത്തനം കാണിക്കുന്നതിനായി ഏറ്റവും ആദ്യം തന്നെ അവർക്ക് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെ ആയിരിക്കുമ്പോൾ ഈ അമ്മമാരോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും മാതൃക നൽകുന്നത് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും അമ്മമാരുടെ അടുത്ത് തന്നെയാണ്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതും അമ്മമാരാണ്. കാരണം നമ്മളെ ചെറുപ്പം മുതൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നോക്കുന്നു, നമ്മളെ കാത്തു പരിപാലിക്കുന്നു. നമ്മൾ വളർന്നു വരുന്നതിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന അമ്മമാരാണ്. അപ്പോൾ നാം ഇന്ന് ഇവിടെ ഈ അമ്മമാരോടുകൂടി ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും സർവേസിന് ഇതെല്ലാം കാണുന്നുണ്ട്. സർവേസിന്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകുവാനായിട്ട് ഇടയാകും ചെയ്യും. ഇവർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ തന്നെ ഏറെ സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്ന നിർത്തുകയും ചെയ്യുന്നു. വെള്ളാദിനത്തിന്റെ ഒരു ആഘോഷം ഒരു ദിവസം പിന്നോട്ടാക്കി എന്നതിന്റെ ഒരു ശോഭ എന്ന് പറഞ്ഞെങ്കിലും അതിനേക്കാൾ ഉപരിയായി ഈ കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ പ്രഥമ വനിത തന്നെ മുൻകൈ എടുത്ത് ഇവിടെ ആരാധന തിരസ്കരിക്കപ്പെടുന്ന 1980-കളിൽ ഈ നാട്ടിൽ അവിടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നാടിനെ സേവിച്ചിരുന്ന ആരാധകരും അംഗീകരിക്കപ്പെടാവുന്ന ഒരു ആൾക്കാരായിരുന്നു നമ്മുടെ ബഹുമാനപ്പെടുത്തി ആദ്യ ശുശ്രൂഷയിൽ അവരിവിടെ വന്ന് കാണിച്ചു തന്ന മാതൃകയിൽ നിന്നാണ് ഈ NDR എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഒത്തിരി ആൾക്കാർ ആരാധകരും മക്കളാലും അല്ലെങ്കിൽ സ്വന്തക്കാരും എല്ലാം അപരിചിതരായിരുന്ന കുറെ ആൾക്കാർ ഇവിടെ വരികയും അവരെയൊക്കെ സ്വന്തം മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട പരിഗണനയും ഒക്കെ നൽകി അവരെ നമ്മുടെ സമൂഹത്തിന്റെ പാതയിലേക്ക് വിളിച്ച് നമ്മുടെ ഇടവകയിലൊക്കെ ശുശ്രൂഷിക്കുന്ന ഈ ബഹുമാനപ്പെട്ട ചേച്ചിനെ കാണുമ്പോൾ എന്റെ മുമ്പിൽ ഒരു ചിന്തയേ ഉള്ളൂ. അത് മദർ തെരേസയുടെ പ്രയർ റൂമിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചിന്തയാണ്. ആ ചിന്ത ഇങ്ങനെയാണ്: ഐ വിൽ ഗീവ് മെനി സെയിൻസ് ടു ദ ബിലീവ്. ഞാൻ ലോകത്തിലേക്ക് ഒത്തിരി വിശുദ്ധന്മാരെ പ്രദാനം ചെയ്യും, നിങ്ങൾക്ക് പറ്റുമോ? ഇതാണ് അതിന് സാരം. ആ സാരത്തിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ അന്തിമ വിധിയിൽ ദൈവം ചോദിക്കുന്നത് തന്നെയാണ്: നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ? ഞാൻ ദാഹിക്കുന്നവനായി വെള്ളം തന്നു? ഇതെല്ലാം ഞാൻ കാണുന്ന ഈ സഹോദരന് ദൈവത്തിന്റെ ഛായ കണ്ടുകൊണ്ടായിരിക്കാം, ആ കരുണയായിരിക്കാം അവരെ ഈ പറയുന്ന മിസ്റ്റേഴ്സ് ഇവരിലൂടെയെല്ലാം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം അവരുടെ അന്തിമമായ ജീവിത ലക്ഷ്യത്തിലേക്ക് എടുക്കുന്നതിന് വേണ്ടി മുതൽ കൂട്ടുമ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാർ എവിടെയാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. ഇവരുടെ ഈ വലിയ സ്നേഹത്തിനും ഈ കാരുണ്യത്തിനും ഇവരോട് കാണിക്കുന്ന ഈ നന്മയ്ക്കും ഈ നാടിന് വേണ്ടി ചെയ്ത എല്ലാ നന്മയ്ക്കും ഈ വനിതാദിനത്തിൽ നിങ്ങളെ ആദരിക്കുന്നതോടൊപ്പം തന്നെ ഞാനും എന്റെ പങ്കു ചേരുന്നു. നമ്മുടെ സിസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ മദറിനെ എല്ലാവർക്കും ഞാൻ ആശംസ നേരുന്നു. അതുപോലെ ഇവരെ ഓരോ ദിവസവും എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്.
പക്ഷേ ഇതിന്റെ പിന്നില് നമ്മുടെ സിസ്റ്റേഴ്സ് രാവിലെ തന്നെ എല്ലാരെയും കുളിപ്പിച്ച് കാപ്പിയൊക്കെ കൊടുത്ത് എല്ലാരെയും സജ്ജമാക്കി ഇരുത്തിയിരിക്കുന്നു. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്തിൽ നിന്നാണെങ്കിലും നമ്മുടെ പാലിയേറ്റീവ് കെയർ എല്ലാം സേവനങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ക്യാമ്പ് വന്നാലും നമ്മുടെ മദർ എല്ലാവരുടെയും പേരും എന്താണ് അസുഖം എന്നെല്ലാം എഴുതിയെടുത്ത് കറക്റ്റായിട്ട് അവർക്ക് മരുന്നൊക്കെ മേടിച്ചു കൊടുക്കുന്നു. ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ സിസ്റ്റേഴ്സ്. അപ്പം എന്നിരുന്നാലും ഇങ്ങനെ ഒരു അഭിനന്ദനം അർഹതപ്പെട്ടതാണ്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നു നമ്മുടെ ഇങ്ങനൊരു നടത്തുന്നത്. അതിന് പ്രത്യേകം നമ്മുടെ കുട്ടിക്കൽ പഞ്ചായത്തിലെ പ്രസിഡന്റിനെയും മെമ്പർമാരെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസയും ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ നന്ദിയുണ്ട്. പിന്നെ ഈ സിസ്റ്റർമാര് കാണിക്കുന്ന പ്രവർത്തനത്തെ അങ്ങേയറ്റം പൂർത്തി എല്ലാവരും ഇവര് കാണിക്കുന്ന ഈ ദൈവകാരന്റെ പ്രവർത്തനത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അതാണ് അതിന്റെ ഭംഗി. അതെ, രണ്ട് പഞ്ചായത്തും കൂടി ന്യായമായ കാര്യമല്ലേ. മദർക്ക് നിൽക്കണേ. ഈ അമ്മച്ചിമാരെ സന്തോഷമാണോ? സന്തോഷമാണോ? പേരെന്നാ? പേരെന്നാ? ഇനി ഈ പരിപാടിയിൽ ഇല്ലാത്ത ഒരു പരിപാടിയുണ്ട്. അത് നമ്മുടെ ക്യൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വന്തം വനിതയായിരിക്കുന്ന ആൻസി മെമ്പർ ഈ പഞ്ചായത്തിൽ ആദരിക്കേണ്ട ഒരു കടമയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ അസംബ്ലി ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെ കൂടുകയും ചെയ്തത്. ഇതിന് അദ്ദേഹത്തെ ക്ഷാണനിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വികാരിയത്തിനെ മുതമ്മ വലുതിനെ ആദരിച്ചില്ലെങ്കിൽ ആരെ അച്ഛന്മാരെല്ലാരും വാ. മദറേ നമ്മുടെ ഒരു വനിതയും കൂടി ഇവിടെ ഉണ്ട്. പഞ്ചായത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന ആളാണ് ശ്രീമതി അന്നു ടിജു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നമ്മുടെ മദറിനെ പഞ്ചായത്ത് മെമ്പർ ഈ കാര്യത്തിൽ ഈ നാടിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും 1989 തൊട്ട് ഇവിടെ സജീവ സാന്നിധ്യം അറിയിച്ച ആളാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ആദരിക്കുന്നതിന് വേണ്ടി
സിസ്റ്റർ റെനിയെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാടിന് ചെയ്തിരിക്കുന്ന സേവനം വളരെ വിലപ്പെട്ടതാണ്. ഏറ്റവും ബഹുമാനിയായ സിസ്റ്റർ റെനിയെ ഈ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നു, എങ്കിലും ഓടിയെത്തിയതാണ്. ലോക വനിതാ ദിനത്തില് ഏറ്റവും നല്ല വനിതകളിൽ ഒരാളായിട്ട് ഇപ്പൊ നമ്മളിവിടെ അനുമോദിക്കുകയാണ്. എൻ്റെ പേര് സിസ്റ്റർ ക്ലാരീസ്. ഞാനിവിടെ വന്നിട്ട് 3 വർഷമായി. ഈ മെയ് മാസത്തോടെ ഞാൻ സ്ഥലം മാറും. ഇത് ശാന്തിനിലയെന്നാണ് ഈ ഭവനത്തിൻ്റെ പേര്. ഇപ്പം ഞങ്ങളിവിടെ 30 അമ്മച്ചിമാരാണ്. കിടപ്പുകാരായിട്ട് ഉള്ള നടക്കില്ലാത്തൊരു 4-5 അമ്മച്ചിമാരുണ്ട്. പിന്നെ ഓർമ്മക്കുറവുള്ളവരും ഇങ്ങനെ ഒരു 10-15 പേരുടെ കാര്യം ഇപ്പോഴും ഞങ്ങൾ രാവിലെ അവരുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കണം. ഞങ്ങൾ 6 സിസ്റ്റേഴ്സാണുള്ളത്. പിന്നെ മൊത്തം എത്ര പേരാ? അമ്മച്ചിമാർ 30 6 സിസ്റ്റേഴ്സ്. എന്നിരുന്നാലും മഠത്തിന്റെ നടത്തിപ്പും കാര്യങ്ങളും ഇതിന്റെ ശാന്തിദിനത്തിന്റെ നടത്തിപ്പ് എങ്ങനെയാ? അപ്പം ഞങ്ങൾ ഈ ഇടവക്കാരുടെയും അതുപോലെ നല്ല സുമനസ്സുകൾ സഹായം കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്തെല്ലാം ഭംഗിയായി പോകുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരാതെ തരത്തിലെല്ലാം അരിയായിട്ടും സാധനങ്ങളായിട്ടും പൈസയായിട്ടും ഒക്കെ ആൾക്കാർ കൊണ്ടുവരുന്നതായാലും പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാട്ടുകാരോട് വിളിച്ച് ഈയിടെ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചിട്ട് എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം നിലവിൽ ഈ കൂടുതൽ വരുന്നത് വെച്ചാല് കുടുംബത്തിൽ നിന്ന് നോക്കാനില്ലാത്ത ആൾക്കാരാണോ വരുന്നത്, അതോ മക്കളുള്ളവരുണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ട്. മക്കളുണ്ടായാലും കുടിച്ചു എല്ലാം നടക്കുന്ന അവർ നോക്കിയല്ല. അവര് ഒരിക്കലും മക്കളുണ്ടെങ്കിലും ഒരിക്കലും ഇവിടെ വരികയില്ലാത്തവരുണ്ട്. ഇനി വന്ന് അന്വേഷിക്കുന്നവരുണ്ട്. അങ്ങനെ പലരുണ്ട്. വീട്ടിൽ സാഹചര്യം ഇല്ലാതെ സാമ്പത്തികം ഒന്നും ഇല്ലാതെ സാമ്പത്തികമുള്ള വീടുകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടോ? ഇവിടെ ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം ഞങ്ങള് നമ്മൾ അശരണരായിട്ടുള്ള തീരെ നിവൃത്തിയില്ലാത്തവരാണ് മാത്രം ഞങ്ങള് നോക്കുന്നുണ്ട്. ഇങ്ങനെ 2 മുറിയാണോ? 2 ഹാളാണോ? അവിടെ ഉണ്ട് ഒരു ഹാള്, ഇവിടെ ഒരു ഹാള്, ഇത് കൂട്ടുമുറി. പിന്നെ ഇതൊരു ഒറ്റമുറി. ഇവിടെ 4 കട്ടില്. അത് ഏക്കാൻ മേലാത്തവര് തന്നെ. ഞങ്ങള് തീരെ ബുദ്ധിമുട്ടുള്ളവർ അവരെ ഈ പ്രാഥമിക ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ തന്നെ എല്ലാം ചെയ്യേണ്ടി വരുന്നവരുണ്ട്. നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. സ്വയമായിട്ട് ചെയ്യുന്നവര് പറ്റുന്നവരുണ്ട്. പിന്നെ ഞങ്ങളെ അവർ സഹായിക്കുന്നവരുണ്ട് കുറച്ച് പേരൊക്കെ. പിന്നെ കിച്ചണിലാണ് നമ്മളെ സഹായിക്കുന്നവരുണ്ട് അല്ലേ? പറ്റുന്നവരൊക്കെ സഹായിക്കും. കുളിപ്പിക്കാനൊക്കെയാണ് കൂടും. ഇതിനകത്ത് എനിക്കൊരു ഏകദേശം അറിയാവുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് മാനസികാരോഗ്യമുള്ള അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന് പ്രശ്നമുള്ള അമ്മമാരും ഉണ്ടല്ലേ? കാരണം വെച്ചാൽ 17 പേര് പേഷ്യൻസ് ഉണ്ട്. നമുക്ക് വേണ്ടി കൂട്ടിക്കാൻ വരുന്ന സമയത്ത് അപ്പം ഇവിടുത്തെ സിസ്റ്റർമാരും വേറെ ഏതോ ഒരു മഠത്തിലെ സിസ്റ്റർമാരോട് പാറത്തോളം അമരാവതി അവിടുത്തെ സിസ്റ്റർമാരോട് വന്ന് ഇത് മരുന്ന് മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ ഒന്നിച്ച് ബുക്കും കൊണ്ട് വരുന്നതും തീരെ നിവൃത്തിയില്ലാത്തവരെ അവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകണമെങ്കിൽ ഡോക്ടർ ഇവിടെ വരികയല്ല. മറ്റേ ഫിസിഷ്യനാണ് ഒരു മാസത്തിലൊന്ന് ഡോക്ടർ എല്ലാ വ്യാഴാഴ്ചയും വരുന്നുണ്ട്. അവസാനത്തെ വ്യാഴാഴ്ചയാണ് തോന്നുന്നല്ലേ? അല്ല, ആദ്യത്തെ വ്യാഴാഴ്ച. അതിന് അന്നേരം ഞങ്ങൾ ബുക്കുമായിട്ട് അങ്ങോട്ട് വന്നിട്ട് 2-3 പേരെ നമ്മൾ കൊണ്ടുപോകും അമ്മച്ചിമാരെ. എന്നിട്ട് കാരണം അവർ പറയുന്ന അവരെ ഒന്ന് കാണിക്കണമെന്ന്. പിന്നെ പാലിയേറ്റീവുകാർ വരും. അവര് വന്ന് BP കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഷുഗർ BP ഒക്കെ നോക്കും. പിന്നെ ട്യൂബ് ഇടാൻ ഞങ്ങൾക്കിവിടെ സിസ്റ്റേഴ്സ് നേഴ്സുമാരുള്ളതുകൊണ്ട് അവർ ട്യൂബ് ഇടുന്നില്ല. ട്യൂബ് ഇട്ട് യൂറിൻ ട്യൂബ് ഇട്ടിട്ട് ഒരു 5 പേരുണ്ട്. ഇതിനകത്ത് 4 പേരുണ്ടല്ലേ? തീരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാ ഇതിനകത്തല്ലേ? അതിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ. തീരെ വെച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലേ? ഇവരൊക്കെ വീട്ടിൽ നിന്നൊക്കെ അന്വേഷിക്കാറുണ്ടോ? വിളിക്കുമോ? അത് വരുമോ? വല്ലപ്പോഴും അത് മെഡിക്കൽ കോളേജിൽ ആണല്ലേ? മോള് മാത്രമേ ഉള്ളൂ? അതിന്റെ അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നു. അത് കുറച്ചാൾ മുമ്പ് മരിച്ചു.
ഇവരൊക്കെ ഇത് തളർന്നു പോയതാണ്. ഒരു സൈഡ് അല്ലേ? ആ, കാല് രണ്ടും തളർന്നതാണ്. അരയ്ക്ക് കീഴോട്ട് തളർന്നു പോയതാണ്. ഇവരൊക്കെ നമ്മൾ എടുത്ത് വീൽ ചെയറിലോട്ട് ഇരുത്തി. കഴിഞ്ഞ ദിവസം മരിച്ചു പോയത് നമ്മൾ 4 പേരെ എടുത്ത പൊങ്ങനകത്ത്. ആണല്ലേ? വെയിറ്റുള്ള ആളോ? ഉണ്ടല്ലേ? അവിടെ ഉണ്ട്. അങ്ങോട്ട് തന്നെയാ താമസിക്കുന്ന വീട്ടിൽ. ഇതൊക്കെ ഒന്നും ഓർമ്മയില്ല. ഇങ്ങനെ പോകും, നമ്മൾ കെട്ടിവെക്കും. അല്ലെങ്കിൽ നമ്മൾ അത് തുറന്നിട്ടിരിക്കുവാണെങ്കിൽ അങ്ങ് പോകും. വൈകിട്ടൊക്കെ എല്ലാവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടല്ലേ? പറ്റുന്നവരെല്ലാം പള്ളി ഇവിടെ ചാപ്പലുണ്ട്. എല്ലാവരും വന്ന് ദിവസം 4 കൊന്ത വെച്ച് ചെയ്യും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെല്ലും, പിന്നെ 11 മണിക്ക്, പിന്നെ 2 മണിക്ക്, പിന്നെ കിടക്കാൻ നേരത്ത് എല്ലാവരും. അതാണ് ഇവർക്ക് ഏറ്റവും വലിയ ആശ്വാസം, പ്രാർത്ഥന. അതെ. സൗദ്രമേ, ഇതൊന്നും പറയാനില്ലേ? വർത്താനം പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ എന്നാ പറയാനാ? എന്റെ വീട് കൂട്ടിക്ക് തന്നെ. കൂട്ടിക്കല്ലേ? അമ്മയുടെ വന്നിട്ട് എത്ര നാളായി? അമ്മയുടെ വന്നിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ വന്നിട്ട് 2-3 വർഷം. ഭർത്താവിന്റെ പേരെന്നാ? ഭർത്താവിന്റെ പേര് ജോസഫ്. ഞാൻ ഹിന്ദുവാണേ. ഞാൻ ഹിന്ദുവാ. ജോസഫ് ക്രിസ്ത്യാനി. അതിലൊന്നും കാര്യമില്ല കേട്ടോ. അല്ലാതെ ജാതിയോ മതത്തിലൊന്നും കാര്യമില്ല. നമ്മുടെ ജീവിതം നന്നാകുക എന്നുള്ളതാണ്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നോക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊരു നല്ലൊരു അവസരം ദൈവം തന്നതിന് നമ്മൾ നന്ദി പറയുകയെന്നേ ഉള്ളൂ. മക്കളൊന്നുമില്ല. ജോസഫ് മരിച്ചുപോയി. സൗദ്രമ്മ മാത്രമേ ഉള്ളൂ. ഇല്ല സൗദ്രമ്മേ, ജോസഫേട്ടൻ മരിച്ചെന്ന് എല്ലാവരും മരിച്ചിട്ടൊന്നും ഇല്ലെന്നാ പറയുന്നത്. ഇല്ലെന്നേ. ഇവിടെ ഓടി വരില്ല. അല്ല, ഓടി വരണില്ല. ഞാൻ പറയും എപ്പോഴും ഓടി വരില്ല. എന്നാ പിന്നെ പുള്ളി ഇറങ്ങി ഓടുന്ന ആളാണ്. തരം കിട്ടിയാൽ ഈ പുള്ളിയും പോകും. അല്ല, വീട്ടിലേ പോകാൻ പറ്റുള്ളൂ. എന്റെ വീട് എവിടെയാന്ന് പോലും അറിയത്തില്ലല്ലോ. ആണോ? അവിടെ ഉണ്ടോ ഇപ്പൊ? അമ്മയുടെ വീട് എവിടെയാ? എന്റെ തൊടുപുഴ. തൊടുപുഴ. വീട്ടില് ആരെങ്കിലും ഉള്ളതാണോ? വീട്ടില് ആങ്ങളാരും അപ്പച്ചനും അമ്മയില്ല. കല്യാണം കഴിച്ചല്ല? സർജറി ചെയ്യുന്നതാണ്. മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഈ അമ്മയോ? അത് പറയില്ല. ഇല്ല. ഞങ്ങളുടെ അടുത്തുള്ള പേരുടെ മാത്രം. പേരെന്നാ? രമണി. എവിടെ വീട്? തിരുവനന്തപുരം. അത്രയും ദൂരെയാണോ? ആണോ? വെള്ളത്തിരുത്തിയോ? ഈ മദറമ്മ നല്ലപോലെ നോക്കുന്നില്ലേ? ഉണ്ട്. പ്രാർത്ഥിക്കണം കേട്ടോ. അമ്മച്ചിയുടെ പേര് അമ്മനി. എവിടെയാ വീട്? പുതുപ്പള്ളി. ആണോ? മക്കളൊക്കെ ഉണ്ടോ? സൗദ്രമ്മേ, ഒന്നും പറയാനില്ലേ? ഇന്ന് ഇങ്ങോട്ടും പോകുന്നില്ലേ? എല്ലാരും പറയുന്നത് കേൾക്കുവാ അല്ലേ? എന്തിയ മോനെന്തിയേ? ഷാജി വരുവോ? പണിക്ക് പോയതാണോ? എന്നാ പണി? ഒരാള് ബാക്കി എന്നാ പേര്? ജേസിയുടെ വീട് എവിടെയാ? തമ്പലക്കാട്. ആരൊക്കെയുണ്ട് വീട്ടില്? ആണോ? ഇവിടെ നല്ല സന്തോഷമാണോ? പേരെനിക്കറിയത്തില്ല. എനിക്ക് രോഹിണി. ഓക്കെ. പറയാം. അമ്മയ്ക്ക് ഇതുപോലെ ഓർമ്മക്കുറവും മരുന്ന് കഴിക്കുന്നുണ്ട്. ഇല്ല, ഇപ്പൊ കണ്ട ആളെ പിന്നെ അറിയത്തില്ല. അങ്ങനെ മരുന്ന് കഴിക്കുന്നുണ്ട്.